പുതുവർഷം ഒരു പുതിയ തുടക്കമാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും എഴുതി ചേർക്കാൻ സാധിക്കുന്ന ശൂന്യമായ ഒരു പേജാണ് നമ്മുടെ കയ്യിലുള്ളത്. നമുക്ക് ഉപകരിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കാനും മുന്നിലുള്ള സാധ്യതകൾ സ്വീകരിക്കാനുമുള്ള ഒരു അവസരമാണിത്. ഓരോ പുതുവർഷത്തോടൊപ്പം നമ്മുടെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാനും കഥകൾ മാറ്റി എഴുതാനും നമുക്കെല്ലായ്പ്പോഴും ഉണ്ടായിരുന്ന സ്വപ്നങ്ങളെ പിന്തുടരാനുമുള്ള ശക്തി ആർജിക്കേണ്ട സമയമാണിത്. ഡിസംബർ 31 ക്ലോക്കിൽ അർദ്ധരാത്രി 12 മണിയാകുമ്പോൾ നമ്മളൊരു അധ്യായത്തിന്റെ അവസാനവും മറ്റൊരു അധ്യായത്തിന്റെ തുടക്കവും ആഘോഷിക്കുന്നു. എന്നാൽ ഇത് പുറമേ ചെയ്യുന്ന ഒരു ആഘോഷം മാത്രമല്ല എന്നോർക്കുക. മറിച്ച് നന്നായി ചിന്തിക്കാനും സ്വപ്നം കാണാനും വരാനിരിക്കുന്ന വർഷത്തിനായി ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു നിമിഷമാണിത്. പുതുവർഷം നമുക്ക് പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കാനുള്ള അവസരം നൽകുന്നു. നമ്മുടെ നിലവിലെ ലക്ഷ്യങ്ങളും അഭിനിവേശങ്ങളും ശ്രദ്ധിക്കുകയും സ്വയം ചോദിക്കുകയും ചെയ്യുക. അതായത്, ഈ വർഷം ഞാൻ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ എല്ലായ്പ്പോഴും ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാകാൻ എനിക്ക് ഈ വർഷം എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളാനാകും? സുഹൃത്തേ, വിജയം ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒരു പ്രക്രിയയല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുടെ ആകെ തുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടിയെത്തുന്ന വിജയം. നിങ്ങൾ എടുക്കുന്ന ഓരോ ചുവടും, അത് എത്ര തന്നെ ചെറുതാണെങ്കിലും നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കും. ആ ചുവട് വയ്ക്കാൻ നിങ്ങളെടുക്കുന്ന തീരുമാനമാണ് നിങ്ങളെ ശക്തനാക്കുന്നത്. നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ട വഴി എത്ര കഠിനമായതാണെങ്കിലും അതിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ തീരുമാനിച്ച നിമിഷം നിങ്ങളൊരു ശക്തനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. വെല്ലുവിളികൾ വരും, അവ വന്നുകൊണ്ടേയിരിക്കും. എന്നാൽ ആ വെല്ലുവിളികളല്ല നമ്മൾ എന്ന വ്യക്തിയെ നിർവചിക്കുന്നത്. മറിച്ച് ആ വെല്ലുവിളികളെ നാം എങ്ങനെ നേരിട്ടു, എങ്ങനെ മറികടന്നു, അതാണ് പ്രധാനം. നിങ്ങൾ എത്ര ജോലികൾ ചെയ്തു തീർത്തു എന്നതിലല്ല കാര്യം. മറിച്ച് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ എത്ര പുരോഗതി ഉണ്ടായി എന്നതിലാണ്. അതൊരു പക്ഷേ നേരിയ പുരോഗതി മാത്രമാകാം. എന്നാൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള പാതയിൽ തന്നെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. ഈ വർഷം നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾ ഒരിക്കലും തനിച്ചല്ല എന്നോർക്കുക. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടെ കാലൊന്നിടറിയാലും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും നിങ്ങളെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ചുറ്റിലുമുണ്ടെന്ന് ഓർക്കുക. നിങ്ങളെ ഉയരാൻ സഹായിക്കുന്ന ആളുകളുമായി ബന്ധം വയ്ക്കുക. നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി തീരാൻ നിങ്ങളെ നിരന്തരം പ്രചോദിപ്പിക്കുന്നവരെ കൂടെ കൂട്ടുക. എന്നാൽ ഇതിനോടൊപ്പം സ്വയം സമയം ചെലവഴിക്കാനും മറക്കരുത്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധം നിങ്ങളുമായുള്ള ബന്ധമാണ്. നിങ്ങളുടെ അപൂർണതകൾ തിരിച്ചറിഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളോട് തന്നെ ദയ കാണിക്കുക. ഈ വർഷം നിങ്ങളുടേതാണ്. നിങ്ങളുടെ മുമ്പിലുള്ളത് അനന്തമായ സാധ്യതകളുടെ ഒരു വർഷമാണ്. പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ, സ്വപ്നം കാണാൻ, പരാജയങ്ങളിൽ നിന്നും പഠിക്കുവാനും വീണ്ടും ഉയരുവാനുമൊക്കെയുള്ള വർഷം. ഇതിൽ നിന്നും നിങ്ങളെ തടയാൻ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെയാണ്. സ്വയം വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കുക. ഈ വർഷം കാര്യങ്ങൾ സമയത്തിനനുസരിച്ച് നടക്കട്ടെ എന്ന് കരുതി കാത്തിരിക്കാതെ അത് നടപ്പിലാക്കുവാനുള്ള നടപടികൾ എടുക്കുക. ആദ്യ ചുവട് വയ്ക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് പുതുവർഷ ആശംസകൾ. നിങ്ങൾക്ക് ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായിക്കുന്ന രീതിയിലുള്ള മോട്ടിവേഷനുമായി ഞാൻ ഇനിയും നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഈ വർഷം നമുക്കൊരുമിച്ച് പുതിയ വിജയങ്ങൾ താണ്ടാം. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാം. ഈ വർഷം നിങ്ങളുടേതാകട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.